ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും ഹൈപ്രപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് സ്വാഗതം. നമ്മുടെ മൊഡ്യൂൾ 1 ആനിമൽ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന സെഗ്മെന്റ് നമ്മൾ ആരംഭിക്കുകയാണ്. ഇതിനകത്ത് വാസ്റ്റായിട്ട് കിടക്കുന്നൊരു സിലബസാണ്. പക്ഷേ സിലബസ് പരിശോധിച്ച് കഴിഞ്ഞാൽ ഏത് കാര്യങ്ങളാണ് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് എന്ന് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ ആനിമൽ ഡൈവേഴ്സിറ്റി പഠിക്കാവൂ. കാരണം ഇത് കടൽ പോലെ കിടക്കുന്ന ഒരു ഏരിയയാണ്. അതിനെ എക്സാമിന് വേണ്ടുന്ന ക്രിസ്പായിട്ടുള്ള രീതിയിൽ പഠിച്ചെടുക്കുക എന്നതാണ് നമ്മുടെ മിടുക്ക്. അല്ലാതെ ഒരു പർട്ടിക്കുലർ ഫൈലത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനെ കുറിച്ചോ മാക്സിമം പോയിന്റുകൾ പഠിക്കുക എന്നുള്ളതല്ല. അങ്ങനെ പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആനിമൽ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന മേഖല കവർ ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് പലപ്പോഴും ആനിമൽ ഡൈവേഴ്സിറ്റി പലർക്കും ബുദ്ധിമുട്ടായിട്ട് വരുന്നത്. എക്സാമിന് എന്താണ് ചോദിക്കുന്നത്, അതിന് ഏത് പോയിന്റുകൾ വേണം, ഏത് ഡെപ്തിൽ പോകണം, ഇതാദ്യമേ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമുക്ക് ആരംഭിക്കാം ആനിമൽ ഡൈവേഴ്സിറ്റിയുടെ ആദ്യത്തെ സെഗ്മെന്റിലേക്ക്. കൂടുതൽ സിലബസിൽ ആദ്യം പറഞ്ഞിരിക്കുന്നത് കിങ്ഡം പ്രോട്ടിസ്റ്റയാണ് അല്ലേ. ആനിമൽ ഡൈവേഴ്സിറ്റി അതുമായി ബന്ധപ്പെട്ട ക്ലാസിഫിക്കേഷൻ, 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻസ് എന്നൊക്കെ പറയുന്നതെല്ലാം നമ്മൾ വേറെ യൂണിറ്റിൽ പഠിക്കുന്നതാണ്. ഇവിടെ നമ്മുടെ ആക്ച്വൽ ക്ലാസിഫിക്കേഷനിലേക്ക് നമ്മൾ വരികയാണ് കേട്ടോ. സോ കിങ്ഡം പ്രോട്ടിസ്റ്റയാണ് തുടക്കത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നത്. അതിൽ സാലിയന്റ് ഫീച്ചേഴ്സ് ആദ്യം നമ്മൾ പഠിക്കണം. ഓക്കെ, തുടങ്ങുകയാണ് നമ്മൾ. കൂടുതൽ പ്രോട്ടിസ്റ്റ എന്ന് പറഞ്ഞാൽ ദേ ആർ യൂക്യാരിയോട്ടിക് ഓർഗാനിസംസ്. ഓക്കെ, പ്രോട്ടിസ്റ്റകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരാരാണ്? അവർ യൂക്യാരിയോട്ടിക് ഓർഗാനിസംസ് ആണ്. ഒരു യഥാർത്ഥ ന്യൂക്ലിയസും സ്ഥലബന്ധിത അവയവങ്ങളുമുള്ള യൂക്യാരിയോട്ടിക് ജീവികളാണ് ഈ പറയുന്ന പ്രോട്ടിസ്റ്റ. ഓക്കെ, ഇവർ കൂടുതലും ഏകകോശ ജീവികളാണ്. അതായത് ഇവർ മെജോറിറ്റി കേസിലും യൂണിസെല്ലുലാർ ആണ്. പക്ഷേ ചിലരൊക്കെ മൾട്ടി സെല്ലുലാർ ആയിട്ട് കാണപ്പെടാം. ഇപ്പം ചില ആൽഗകളൊക്കെ മൾട്ടി സെല്ലുലാർ ആണ്. ഇനി ചില യൂണിസെല്ലുലാർ ജീവജാലങ്ങൾ തന്നെ ചിലപ്പോൾ കൊളോണിയൽ ആയിട്ടും കാണപ്പെടാം. കൊളോണിയൽ രീതിയിലും ചിലർ കാണപ്പെടാം. കോളനി പോലെ ഒന്നിച്ചു നിൽക്കുന്ന രീതിയിൽ. ഇപ്പം അതാണ് ഇപ്പം അതിൻ്റെ എക്സാമ്പിളാണ് വോൾവോക്സ്. വോൾവോക്സിൻ്റെ പിക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മെജോറിറ്റി കേസിലും നമ്മുടെ പ്രോട്ടിസ്റ്റ എന്ന് പറയുന്നത് ഏകകോശ ജീവികളാണെങ്കിലും ചിലർക്ക് അത് കൊളോണിയൽ രീതിയിൽ കാണപ്പെടുകയും ചെയ്യാം. ചിലർ മൾട്ടി സെല്ലുലാർ രീതികളിലും കാണപ്പെടാം. പ്രോട്ടിസ്റ്റ എന്ന് പറയുന്നത് ജലജീവികളോ ഈർപ്പമുള്ള പരിസ്ഥിതികളിലോ ജീവിക്കുന്ന ആൾക്കാരാണ്. ഒന്നുകിൽ അവർ അക്വാട്ടിക് ആയിരിക്കും, അല്ലെങ്കിൽ ഈർപ്പമുള്ള സ്ഥലങ്ങളിൽ ജീവിക്കുന്ന, അല്ലെങ്കിൽ അതിന് ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ അതിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. ഓക്കെ, അപ്പോൾ പ്രോട്ടിസ്റ്റ എന്ന് പറയുന്നത് യൂക്യാരിയോട്ടിക് ജീവികളാണ്, ഏകകോശ ജീവികളാണ് മെജോറിറ്റി. കൊളോണിയൽ ആൻഡ് മൾട്ടി സെല്ലുലാർ ഫോംസ് ഉണ്ടാകാം. ജലജീവികളോ ഈർപ്പമുള്ള പരിസ്ഥിതികളിലോ വളരുന്ന ആൾക്കാരാണ്. ഓക്കെ അല്ലേ. ഇവരുടെ റീപ്രൊഡക്ഷൻ എങ്ങനെയാണ്? അലൈംഗികമായിട്ട് ഇവർക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും ബൈനറി ഫിഷൻ ഉപയോഗിച്ചുകൊണ്ട്. കുട്ടികളെ ബൈനറി ഫിഷൻ ഉപയോഗിച്ചുകൊണ്ട് അസെക്ഷുവലി റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും കിങ്ഡം പ്രോട്ടിസ്റ്റയിലെ മെമ്പേഴ്സിന്. ലൈംഗികമായിട്ടാണെങ്കിലോ സംയോജനം, കോൺജുഗേഷൻ എന്ന് പറയുന്ന പ്രക്രിയയിലൂടെ ഇവർക്ക് എന്ത് ചെയ്യാം? സെക്ഷുവൽ റീപ്രൊഡക്ഷനും പോസിബിൾ ആണ്. സോ കിങ്ഡം പ്രോട്ടിസ്റ്റയിൽ ബൈനറി ഫിഷനിലൂടെ പ്രധാനമായിട്ടും അസെക്ഷൽ റീപ്രൊഡക്ഷനും, കോൺജുഗേഷൻ സംയോജനത്തിലൂടെ പ്രധാനമായിട്ടും സെക്ഷൽ റീപ്രൊഡക്ഷനും പോസിബിൾ ആണ്. കോൺജുഗേഷൻ എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം, നമ്മളത് മൈക്രോബയോളജിയിലൊക്കെ പഠിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്ത് സമയം കളയുന്നില്ല. കുട്ടികളെ, ഇവരുടെ ന്യൂട്രീഷൻ എന്താണ്? പോഷകാഹാര തരങ്ങൾ എന്താണ്? നമുക്ക് നോക്കിയാലോ. എങ്ങനെയാണ് ഇവരുടെ ആഹാരം ഇവരെടുക്കുന്നത്? ഇവരിൽ ഓട്ടോട്രോഫിക് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. സ്വന്തമായി ആഹാരം നിർമ്മിച്ച് കഴിക്കാൻ പറ്റുന്ന ആൽഗകൾ എന്ന് പറയുന്ന വിഭാഗം ഇവരിലുണ്ട്. ഇവരിൽ ഹെറ്ററോട്രോഫിക് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. സ്വന്തമായി ആഹാരം നിർമ്മിക്കാതെ മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യുന്ന ജീവജാലങ്ങളുണ്ട്. പ്രോട്ടോസോവൻസ് ഒക്കെ പ്രോട്ടിസ്റ്റ കിങ്ഡത്തിന്റെ അകത്ത് വരുന്ന ആൾക്കാരല്ലേ, അവർ ഹെറ്ററോട്രോഫിക് ആണ്. എന്നാൽ മിക്സഡ് ആയിട്ടുള്ള രീതിയും കാണപ്പെടാം. അതായത് ഹെറ്ററോട്രോഫിക്കും ഓട്ടോട്രോഫിക്കും രണ്ടും പോസിബിൾ ആയിട്ടുള്ള തരത്തിലുള്ള മെമ്പേഴ്സും കിങ്ഡം പ്രോട്ടിസ്റ്റയ്ക്കകത്തുണ്ട്. അതാണ് മിക്സോട്രോഫിക്. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? യൂക്യാരിയോട്ടിക് ജീവികളാണ്, പ്രധാനമായിട്ടും ഏകകോശ ജീവികളാണ്. കൊളോണിയലും മൾട്ടിസെല്ലുലാർ ഫോംസും കാണപ്പെടാം. സെക്ഷുവൽ റീപ്രൊഡക്ഷൻ സംയോജനവും, അസെക്ഷൽ റീപ്രൊഡക്ഷൻ ബൈനറി ഫിഷനുമാണ്. ജലജീവികളോ ഈർപ്പമുള്ള പരിസ്ഥിതികളിലോ ആണ് ഇവർ കാണപ്പെടുന്നത്. ഇവർ ഓട്ടോട്രോഫിക്കോ ഹെറ്ററോട്രോഫിക്കോ മിക്സോട്രോഫിക്കോ ആയിട്ട് മാറാം.
ചിലത് പരാന്നഭോജികളാണ്, പാരസൈറ്റിക് ആയിട്ടുള്ള ആൾക്കാരാണ് ചിലര്. മനുഷ്യ രോഗങ്ങൾ വരെ ഉണ്ടാക്കാൻ കപ്പാസിറ്റി ഉണ്ട്. ഇപ്പോൾ പ്ലാസ്മോഡിയം, എൻഡമീബ, ഇവന്മാരെ കുറിച്ചൊക്കെ നമുക്ക് വിശദമായിട്ട് പഠിക്കാനുണ്ട്. പ്ലാസ്മോഡിയം, എൻഡമീബ, ഇവന്മാരെല്ലാം പരാന്നഭോജികളാണല്ലോ പ്രധാനമായിട്ടും, അല്ലേ? അപ്പോൾ ഇവർക്ക് പാരസൈറ്റിക് മോഡും ചിലരിലൊക്കെ കാണപ്പെടാം. നോക്കൂ, സാലിയന്റ് ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ആവശ്യമില്ലാത്ത എല്ലാ പോയിന്റുകളും നിങ്ങൾ പഠിക്കേണ്ട കാര്യമില്ല. നോക്കൂ, ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്ന പോയിന്റുകളാണ് ഇതിൻ്റെ അകത്ത് സാലിയന്റ് ഫീച്ചേഴ്സ് എന്ന തലത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. അല്ലാതെ ആദ്യം തന്നെ ഒരു 10, 20, 30, 40 സാലിയന്റ് ഫീച്ചേഴ്സ് എന്ന് വായിച്ച് നിന്ന് കഴിഞ്ഞാൽ ഈ ഏരിയയിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പം നോക്കൂ, ഇവിടെ ആവശ്യമുള്ള കാര്യങ്ങൾ ന്യൂട്രീഷൻ പറഞ്ഞു, റീപ്രൊഡക്ഷൻ പറഞ്ഞു, എക്സിസ്റ്റൻസ് പറഞ്ഞു, അല്ലേ? അവരുടെ സെല്ലുലാർ ഓർഗനൈസേഷൻ പറഞ്ഞു, ഹാബിറ്റാറ്റിനെ കുറിച്ച് പറഞ്ഞു. ഇതൊക്കെയാണ് സാലിയന്റ് ഫീച്ചേഴ്സിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ അല്ലേ ഫ്രണ്ട്സ്? കിങ്ഡം പ്രോട്ടിസ്റ്റയുടെ സാലിയന്റ് ഫീച്ചേഴ്സിനെ കുറിച്ച് നിങ്ങൾക്കൊരു ധാരണ കിട്ടിയല്ലോ ഇപ്പോൾ. ഓക്കെ കുട്ടികളെ, ഈ കിങ്ഡം പ്രോട്ടിസ്റ്റയുടെ സാലിയന്റ് ഫീച്ചേഴ്സ് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് 3 പേര് സ്പെസിഫിക് ആയിട്ട് നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് അവരുടെ മോർഫോളജി, അവരുടെ ലൈഫ് സൈക്കിൾ, അവരുടെ രോഗങ്ങൾ, പത്തോജെനിസിറ്റി, അവരുടെ പ്രതിരോധ മാർഗങ്ങൾ, ഇങ്ങനെ ഒരു 4 സെഗ്മെന്റുകളായിട്ടാണ് നമ്മൾ ഈ പ്രധാനപ്പെട്ട നമ്മുടെ പാരസൈറ്റിക് പ്രോട്ടോസോമൻസിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത്. ഏറ്റവും ആദ്യം സിലബസ് പറഞ്ഞിരിക്കുന്നത് എൻഡമീബ ഹിസ്റ്റോളിറ്റിക്കയാണ്. കുട്ടികളെ, എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക നമുക്കറിയാമല്ലോ, അമീബയാസിസ് എന്നൊക്കെ പറയുന്ന രോഗമുണ്ടാക്കുന്ന ഒരാളാണ് എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക. മനുഷ്യ വൻകുടലിൽ കാണപ്പെടുന്ന വായുരഹിത പരാത പ്രോട്ടോസോമൻസ് ആണ് ഇവർ. നോർമൽ കേസിൽ എൻഡമീബ ഹിസ്റ്റോളിറ്റിക്കയൊന്നും ചിലപ്പോൾ നമ്മുടെ വൻകുടലിൽ ഉണ്ടാവണമെന്നില്ല. എൻഡമീബയുടെ തന്നെ എൻഡമീബ കോളി എന്നൊക്കെ വിളിക്കുന്ന ആൾക്കാരാണ് നോർമൽ അവസ്ഥയിൽ നമ്മുടെ വൻകുടലിലൊക്കെ കാണുന്നത്. പക്ഷേ എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക ബാധിക്കുന്നത് നമ്മുടെ വൻകുടലിൻ്റെ മേഖലയിലാണ് എന്ന് നിങ്ങൾ ഓർത്തു വയ്ക്കുക. അല്ലാതെ അവരെപ്പോഴും വൻകുടലിൽ തന്നെ ഉണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കരുത്. അത് എൻഡമീബയുടെ വേറെ ജീവജാലങ്ങളാണ് വൻകുടലിൽ സ്ഥിരമായിട്ട് കാണുന്നത്. സോ മനുഷ്യ വൻകുടലിൽ കാണപ്പെടാൻ സാധ്യതയുള്ള വായുരഹിത അനേറോബിക് പാരസൈറ്റിക് പ്രോട്ടോസോമനാണ് എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക. ഓക്കെ, ഇവരിൽ നമ്മൾ പ്രധാനമായിട്ട് 2 രീതികൾ, 2 ഫോംസ് നമ്മൾ പഠിക്കുന്നുണ്ട്. ഒന്ന് ട്രോഫോസോയിറ്റ് ഫോം, 2 സിസ്റ്റ് ഫോം. കുട്ടികളെ, എൻഡമീബ ഹിസ്റ്റോളിറ്റിക്കയ്ക്ക് ട്രോഫോസോയിറ്റ് ഫോം എന്ന് പറയുന്ന ഒരു ഫോമും രൂപവും സിസ്റ്റ് എന്ന് പറയുന്ന ഒരു രൂപവും ഉണ്ട്. ഓക്കെ, ട്രോഫോസോയിറ്റ് രൂപത്തെ നിങ്ങൾക്ക് ഇവിടെ കാണാം. സജീവമായ തീറ്റയെടുക്കുന്നതുമായ ഘട്ടം, ഫീഡിംഗ് ആയിട്ടുള്ള ഘട്ടം, അത് ന്യൂട്രിയൻസ് വലിച്ചെടുക്കുന്ന ഘട്ടം, ആക്റ്റീവായിട്ടുള്ള ഘട്ടം, ക്രമരഹിതമായ ആകൃതിയുള്ള ഘട്ടം. നോക്കൂ, വല്ല ക്രമവും ഉണ്ടോ ഇവന്മാരുടെ ഷേപ്പിന്? ഒരു ക്രമവും ഇല്ല. ഒരൊറ്റ ന്യൂക്ലിയസ് മാത്രമുള്ള ഘട്ടം. ഒരൊറ്റ ന്യൂക്ലിയസ് ആണ് ഇവിടെ കാണുന്നത്. അതായത് എൻഡമീബ ഹിസ്റ്റോളിറ്റിക്കയ്ക്ക് പ്രധാനമായിട്ടുള്ള 2 രൂപങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. ഒന്നാമത്തതാണ് വളരെ ആക്റ്റീവായിട്ടുള്ള ഫീഡിംഗ് ഒക്കെ നടത്തുന്ന ഒരു കാലഘട്ടമാണ്. ഈ സമയത്താണ് ഇവർ ന്യൂട്രിയൻസിനെയൊക്കെ വലിച്ചെടുക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഒരൊറ്റ ന്യൂക്ലിയസ് ഇവിടെ ഉള്ളൂ. ഷേപ്പ് എന്ന് പറയുന്നത് ക്രമരഹിതമാണ്, ഇറഗുലർ ഷേപ്പാണ്. ഈ കാലഘട്ടത്തെ വിളിക്കുന്ന പേരാണ് ട്രോഫോസോയിറ്റ്. ഓക്കെ, ഇനി ഈ എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക വിസർജ്യത്തിലൂടെയൊക്കെ മറ്റൊരു ജീവജാലത്തിൽ എത്തുമല്ലോ. അപ്പോൾ ട്രോഫോസോയിറ്റ് ആയിട്ടല്ല ഇരിക്കുന്നത്. അപ്പോൾ അവർ സിസ്റ്റ് എന്ന് പറയുന്ന ഒരു രൂപത്തിലാണ് ഇരിക്കുന്നത്. അതായത് അവരുടെ പുറത്തുകൂടെ എന്താണ് ഒരു വസ്തു, ഒരു കട്ടിയുള്ള ഒരു വസ്തുവൊക്കെ വന്ന് മൂടി, അതൊരു സിസ്റ്റ് എന്ന് പറയുന്നത് സിസ്റ്റ് രൂപത്തിലാണ് ഇവിടെ കാണപ്പെടുന്നത്. ഇത് ഇൻഫെക്ഷ്യസ് ഘട്ടമാണ്, പകർച്ചാവ്യാധി ഘട്ടമാണ്. അതായത് സിസ്റ്റ് രൂപത്തിൽ മാത്രമേ എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക് മറ്റൊരു ജീവജാലത്തിലേക്ക് ഇൻഫെക്ഷനിൽ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്ത് പോകാൻ പറ്റുള്ളൂ. അവിടെ ചെന്ന് ഹോസ്റ്റിൻ്റെ അകത്ത് കയറിയാൽ ആ സിസ്റ്റ് പൊട്ടിച്ച് ട്രോഫോസോയിറ്റ് കാലഘട്ടം തുടങ്ങുന്നു. സജീവമായിട്ട് അവിടുത്തെ ന്യൂട്രിയൻസിനെല്ലാം വലിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. ശിവന്മാർ ചില്ലറ പരിപാടിയൊന്നും അല്ല കേട്ടോ അവിടെ ചെയ്ത് കൂട്ടുന്നത്. അപ്പോൾ ഇതാണ് ഈ 2 പ്രധാനപ്പെട്ട ഘട്ടങ്ങളാണ്. സിസ്റ്റ് ഘട്ടം എന്ന് പറയുമ്പോൾ അത് ഏകദേശം ഒരു ഗോളാകൃതിയിലാണ് കാണുന്നത്. ഇവിടെ ശ്രദ്ധിച്ചാണ് 1 മുതൽ 4 ന്യൂക്ലിയസുകൾ വരെ എന്ത് ചെയ്യാം, ഈ സിസ്റ്റ് ഘട്ടത്തിൽ കാണപ്പെടാം. അതായത് 1 മുതൽ 4ഓളം ന്യൂക്ലിയസുകൾ വരെ സിസ്റ്റ് ഘട്ടത്തിൽ ഇവർക്ക് കാണപ്പെടാം. അപ്പം നമ്മൾ എൻഡമീബ ഹിസ്റ്റോളിറ്റിക്കയുടെ മോർഫോളജിയെ കുറിച്ചാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, രൂപഘടനയെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. മനുഷ്യൻ്റെ വൻകുടലിനെയാണ് ഇവർ ബാധിക്കുന്നത്. ട്രോഫോസോയേറ്റ് എന്നും സിസ്റ്റ് എന്നും പറയുന്ന 2 ഘട്ടങ്ങളുണ്ട്. ആക്റ്റീവ് ഫീഡിംഗ് സ്റ്റേജ്, ഷേപ്പ്ലെസ് സ്റ്റേജ്, സിംഗിൾ ന്യൂക്ലിയസ് സ്റ്റേജ്, ഇതെല്ലാം ട്രോഫോസോയിറ്റ് ആണ്.
ഇൻഫെക്ഷ്യസ് സ്റ്റേജ്, സർക്കുലാർ സ്റ്റേജ്, 1 to 4 ന്യൂക്ലിയസ് സ്റ്റേജ്, ഇതെല്ലാം സിസ്റ്റ് ഘട്ടമാണ്. ഓക്കെ അല്ലേ? നോക്കിയോണേ, നമ്മൾ വളരെ ക്ലാരിറ്റിയോട് കൂടിയുള്ള നോട്ട്സാണ്, നിങ്ങൾ ശ്രദ്ധിക്കണം. ആനിമൽ ഡൈവേഴ്സിറ്റി കടൽ പോലെ കിടക്കുന്ന മേഖലയാണ്, അതിലെ ക്രിസ്പായിട്ടുള്ള നോട്ട്സാണ് നമുക്ക് ആവശ്യം. എൻഡമീബ ഹിസ്റ്റോളിറ്റിക്കയുടെ രൂപഘടന നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായി. കുട്ടികൾ അങ്ങനെയെങ്കിൽ അടുത്തത് നിങ്ങൾ നോക്കിക്കേ, ജീവിതചക്രം. ജീവിതചക്രം എന്ന് പറഞ്ഞാൽ എന്ത്? ലൈഫ് സൈക്കിൾ അല്ലേ? ലൈഫ് സൈക്കിളിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഇപ്പോഴേ പറഞ്ഞു കഴിഞ്ഞു. പകർച്ചവ്യാധി രൂപം, ഇൻഫെക്ഷ്യസ് സ്റ്റേജ് എന്ന് പറയുന്ന ഒരു സ്റ്റേജ് ഇവിടെ ഉണ്ടല്ലോ അല്ലേ? പകർച്ചവ്യാധി രൂപം, മലിനമായ ഭക്ഷണം, വെള്ളം, ഇതുവഴിയൊക്കെ അകത്ത് കിടക്കുന്ന ക്വാഡ്രി ന്യൂക്ലിയേറ്റ് സിസ്റ്റുകൾ. ക്വാഡ്രി ന്യൂക്ലിയേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? 4ഓളം ന്യൂക്ലിയസ് കാണുന്ന സിസ്റ്റുകൾ എന്നല്ലേ എൻ്റെ അർത്ഥം? ക്വാഡ്രി ന്യൂക്ലിയേറ്റ് സിസ്റ്റുകൾ അല്ലെ? മലിനമായ ഭക്ഷണത്തിലൂടെയോ വെള്ളത്തിലൂടെയോ ഒക്കെ മറ്റൊരു ജീവിയുടെ ഉള്ളിലേക്ക് കടക്കുന്ന ഈ ക്വാഡ്രി ന്യൂക്ലിയേറ്റ് സിസ്റ്റുകളാണ് ഇവിടുത്തെ ഇൻഫെക്ഷ്യസ് രൂപം എന്ന് പറയുന്നത്. ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തു? അത് പറഞ്ഞതാണ് ഇല്ലേ? കുടലിൻ്റെ അകത്ത് വെച്ചിട്ട് എന്ത് സംഭവിക്കും? അതായത് ഈ മലിനമായ ഭക്ഷണം, വെള്ളം എന്നിവയിലൂടെയൊക്കെ സിസ്റ്റ് ആയിട്ടുള്ള ഇവർ വേറൊരു ജീവിയുടെ, വേറൊരു മനുഷ്യൻ്റെ കുടലിലെത്തുന്നു. കുടലിൽ വെച്ചിട്ട് എന്ത് സംഭവിക്കുന്നു? അവിടെ എക്സിസ്റ്റേഷൻ എന്ന് പറയുന്ന ഒരു പരിപാടി നടക്കുകയാണ്. എക്സിസ്റ്റേഷൻ, അത് ആ സിസ്റ്റ് റിമൂവ്ഡ് ആയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്നും ട്രോഫോസോയറ്റ് സ്റ്റേജ് ആരംഭിക്കുകയാണ്. കാരണം ഇനി സിസ്റ്റ് ആവശ്യമില്ല, അവൻ അടുത്ത ഹോസ്റ്റിലെത്തി. ഇനി അടുത്തവനിലേക്ക് പോകുമ്പോൾ മാത്രം മതി. അവിടെ തൊട്ട് ട്രോഫോസോയറ്റ് ഘട്ടം തുടങ്ങുകയാണ് അല്ലേ? ട്രോഫോസോയിറ്റ് ഘട്ടം ഫീഡിംഗ് സിസ്റ്റം അല്ലേ, ഫീഡിംഗ് ഘട്ടമല്ലേ, മാക്സിമം ന്യൂട്രിയൻസിനെ വലിച്ചെടുക്കും. ഇവൻ എന്ത് ചെയ്യുന്നു? ഇവൻ വൻകുടൽ മ്യൂക്കോസയെ ആക്രമിക്കാൻ തുടങ്ങുന്നു. ലാർജ് ഇൻഡസ്റ്റൈനിലെ മ്യൂക്കോസൽ മെംബ്രെയിനെ ആക്രമിക്കാൻ തുടങ്ങുകയാണ് ട്രോഫോസോയിറ്റ് ഘട്ടങ്ങൾ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ബൈനറി ഫിഷൻ വഴി ഇവർ പുനരുൽപാദനവും നടത്തുന്നു. ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. ഓക്കെ, വൻകുടലിൽ വെച്ച് ഇനി എന്ത് സംഭവിക്കും? ഇനി ഈ കുടലിൽ നിന്നും വേറൊരു തന്നെ കുടലിലോട്ട് പോകണ്ടേ അല്ലേ? ഇവനെ ദ്രോഹിക്കാവുന്ന പരമാവധി അവൻ ദ്രോഹിച്ച് കഴിഞ്ഞു. അവിടെയുള്ള എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ട് ഇനി അടുത്തവനിലേക്ക് പോകാൻ റെഡിയായിട്ട് നിൽക്കുകയാണ്. എങ്ങനെ പോകും? ട്രോഫോസോയേറ്റുകൾക്ക് ചുമ്മാ ഇറങ്ങി പോകാൻ പറ്റുമോ? പറ്റില്ല. എന്താ സംഭവിക്കുന്നത്? അവിടെ വൻകുടലിൽ എൻസിസ്റ്റേഷൻ എന്ന് പറയുന്ന ഒരു പരിപാടി സംഭവിക്കുകയാണ്. എൻസിസ്റ്റേഷൻ എന്താണ് കുട്ടികളെ? എൻസിസ്റ്റേഷൻ അതായത് നേരത്തെ എക്സിസ്റ്റേഷൻ വഴി സിസ്റ്റുകൾ റിമൂവ് ചെയ്തപ്പോൾ ഇനി ഇവിടെ ഡാമേജ് ഒക്കെ ഉണ്ടായതിനു ശേഷം അടുത്തവനിലേക്ക് പോകാൻ വേണ്ടി സിസ്റ്റ് വീണ്ടും രൂപം കൊള്ളും. ഇതാണ് എൻസിസ്റ്റേഷൻ. അപ്പോൾ ഇപ്പോൾ വീണ്ടും ട്രോഫോസൈറ്റ് ഘട്ടം മാറി സിസ്റ്റിൻ്റെ ഘട്ടത്തിലെത്തി നിൽക്കുകയാണ്. മലം വഴി സിസ്റ്റുകൾ പുറത്തു വരുന്നു, വിസർജ്യം വഴി സിസ്റ്റുകൾ പുറത്തു വരുന്നു. അത് മലിനമായ വെള്ളത്തിലൂടെയോ അല്ലെങ്കിൽ മറ്റു രീതികളിലൂടെയോ ഒക്കെ അടുത്ത വ്യക്തിയിലേക്ക് പോകുന്നു. അടുത്ത വ്യക്തിയിൽ ഈ സിസ്റ്റ് കുടലിലെത്തിയതിനു ശേഷം എക്സിസ്റ്റേഷൻ, ട്രോഫോസോയിറ്റ് വീണ്ടും വൻകുടലിനെ ആക്രമിക്കുന്നു, വീണ്ടും എൻസിസ്റ്റേഷൻ, അടുത്ത ശരീരത്തിലേക്ക് പോകുന്നു. ഇതാണ് പരിപാടി. അപ്പോൾ ഈ ട്രോഫോസോയിറ്റ് ഘട്ടം, സിസ്റ്റ് ഘട്ടം എന്ന് പറയുന്ന രീതിയിലൂടെയാണ് നമ്മുടെ എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക ലൈഫ് സൈക്കിൾ പൂർത്തീകരിക്കുന്നത്. വ്യക്തമല്ലേ? ക്ലിയർ അല്ലേ ഫ്രണ്ട്സ്? ക്ലിയർ ആയിട്ടല്ലേ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്? മനസ്സിലായിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇവൻ്റെ രോഗം എന്താണ്? ഇവൻ്റെ രോഗം എന്ന് പറഞ്ഞാൽ ഇവൻ ഉണ്ടാക്കുന്ന രോഗം എന്താണ് എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം അല്ലേ? അതായത് എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക ഉണ്ടാക്കുന്ന രോഗം ഏതാണ്? അത് അമീബയാസിസ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, നമ്മൾ പണ്ടൊക്കെ എപ്പോഴും കേൾക്കുന്ന ഒരു രോഗമാണ് അമീബയാസിസ് അല്ലെങ്കിൽ അമീബിക് ഡിസെൻട്രി. അമീബിക് ഡിസെൻട്രി അല്ലേ? അതായത് വയറിളക്കം മാരകമായിട്ട് ഇത് സംഭവിക്കുന്നു അല്ലേ? അതും വെറും വയറിളക്കമല്ല, രക്തം കലർന്ന രീതിയിലാണ് വയറിളകി പോകുന്നത് അല്ലേ? അപ്പോൾ അമീബിക് ഡിസെൻട്രി ഉണ്ടാക്കുന്ന ഒരു ആളാണ് എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക. അമീബയാസിസിന്റെ ലക്ഷണം എന്താണ്? കഠിനമായ വയറുവേദന, രക്തം കലർന്ന വയറിളക്കം, കുടൽ ഭിത്തിയിലെ വ്രണം. കുടലൊക്കെ മൊത്തം അതിൻ്റെ ഇന്നർ സെൽ വോൾ എന്നൊക്കെ പറയാൻ, ഇന്നർ വോൾ എന്നൊക്കെ പറയുന്നത് മൊത്തം വ്രണങ്ങൾ വരും. കരളിലെ പഴുപ്പ് ഉണ്ടാക്കുന്ന പ്രശ്നം, ശ്വാസകോശത്തെ ബാധിക്കും. ചിലപ്പോൾ തലച്ചോറ് എന്നിവയിലേക്ക് വരെ വേണമെങ്കിൽ പടർന്നേക്കാം. ഇത് കുടലിന് മാത്രം നിൽക്കുന്നതല്ല കേട്ടോ. ഇത് കൂടിക്കഴിഞ്ഞാൽ കരൾ, ശ്വാസകോശം, തലച്ചോറ് എല്ലാത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. ഇതാണ് അമീബയാസിസ് ഉണ്ടാക്കുന്ന എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക എന്ന് പറയുന്ന പ്രോട്ടോസോവ. ഓക്കെ അല്ലേ ഫ്രണ്ട്സ്? ക്ലിയർ അല്ലേ? അങ്ങനെയെങ്കിൽ ഈ രോഗം എങ്ങനെ തടയാം? പ്രതിരോധ നടപടി എന്താണ്? തിളപ്പിച്ചാറ്റിയതോ ഫിൽട്ടർ ചെയ്തതോ ആയ വെള്ളം കുടിക്കുക. അതിനൊരു പ്രതിരോധ മാർഗമാണ്. അത് നമ്മൾ വെള്ളം എന്ന് പറയുന്നത് തിളപ്പിച്ചതിന് ശേഷം കുടിക്കുക. ഓക്കെ, ഇതിൻ്റെ അകത്തുനിന്നൊരു എന്താണ്
എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കണമെന്നില്ല, എന്നാലും നമ്മൾ അറിയുക എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദ്യം വന്നാലോ. തിളപ്പിച്ചാറ്റിയതോ ഫിൽട്ടർ ചെയ്തോ വെള്ളം കുടിക്കുക. നല്ല ശുചിത്വവും ശുചിത്വം പാലിക്കുക. നല്ല ശുചിത്വവും നടക്കുന്നത് നല്ല ശുചിത്വം പാലിക്കുക. പച്ചക്കറികളും പഴങ്ങളും ശരിയായി കഴുകുക. കഴിക്കുന്ന വസ്തുക്കളൊക്കെ, അതായത് പച്ചക്കറി പഴങ്ങളൊക്കെ എന്നൊക്കെ പറയുന്നത് നല്ലപോലെ കഴുകി കഴിക്കുക. പകർച്ചവ്യാധി പ്രദേശങ്ങളിൽ അസംസ്കൃത വേവിക്കാത്ത ഭക്ഷണം ഒഴിവാക്കുക. പകർച്ചവ്യാധി ഉള്ള ഈ രോഗം പടർന്നു പിടിക്കുന്ന സ്ഥലത്ത് വേവിക്കാത്ത ഭക്ഷണം കഴിക്കുന്ന പരിപാടി സ്റ്റോപ്പ് ചെയ്യുക. ഓക്കെ, ക്ലിയർ അല്ലേ ഫ്രണ്ട്സ്? അപ്പോൾ മലിനജലത്തിലൂടെയും വിസർജ്യത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും ഒക്കെ പകരുന്ന ഒരു രോഗമാണ്, ഒരു പ്രോട്ടോസോവയാണ് എൻറ്റമീബ ഹിസ്റ്റോളിറ്റിക്ക. പിടികിട്ടിയിലെ കിങ്ഡം പ്രോട്ടിസ്റ്റയിലെ ആദ്യത്തെ ഒരു പ്രോട്ടോസോവയെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കണം. അത് ആരാണ്? അത് നമ്മുടെ ഈ എൻറ്റമീബ ഹിസ്റ്റോളിറ്റിക്ക എന്ന് പറയുന്ന ആളാണ്. രണ്ടാമത് നമ്മുടെ സിലബസിൽ കൊടുത്തിട്ടുണ്ട് ട്രിപ്പാനോസോമ ഗാംബിയൻസ് അല്ലെങ്കിൽ ട്രിപ്പാനോസോമ ബ്രൂസി ഗാംബിയൻസ് എന്ന് നമ്മൾ വിളിക്കുന്ന രണ്ടാമത്തെ ആൾ. ഇവന്റെ രൂപഘടന എങ്ങനെയാണ്? ഇവന്റെ രൂപഘടന അല്ലെങ്കിൽ മോർഫോളജി എങ്ങനെയാണ്? നിങ്ങൾക്ക് ഇവന്റെ ഡയഗ്രാം ഇവിടെ കാണാം, ഇമേജ് ഇവിടെ കാണാം. നീളമേറിയ ഇല പോലുള്ള ശരീരമാണ് ഇവർക്ക്. നീളമേറിയ ഇല പോലുള്ള ശരീരമാണ് ഇവർക്ക്. നോക്കൂ, ആ ഡയഗ്രാം കാണുമ്പോഴേ അറിയാം, ഒരു ഇല പോലെയാണ് കിടക്കുന്നത്. ചലനത്തിനായി ഒറ്റ ഫ്ലജെല്ലം ഇവർക്ക് ഉപയോഗിക്കാം. ഒരു ഫ്രീ ഫ്ലജെല്ലം ഇവിടെ കിടപ്പുണ്ട്, ചലനത്തിന് വേണ്ടി, മോട്ടിലിറ്റിക്ക് വേണ്ടി ഇവർക്ക് ഉപയോഗിക്കാം. തരംഗമായ മെംബ്രെയിൻ. എന്താണ് കുട്ടികളെ തരംഗമായ മെംബ്രെയിൻ എന്ന് പറഞ്ഞാൽ? അൺഡ്യുലേറ്റിംഗ് മെംബ്രെയിൻ. നിങ്ങൾക്ക് ഇവിടെ കാണാം, അൺഡ്യുലേറ്റിംഗ് മെംബ്രെയിൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വേവ് പോലെ തരംഗ രൂപത്തിൽ കാണുന്ന മെംബ്രെയിൻ ഇവരിലുണ്ട്. തരംഗമായ മെംബ്രെയിൻ ഇവരിലുണ്ട്. കൈനറ്റോപ്ലാസ്റ്റ് എന്ന് പറയുന്ന ഒരു ഘടന ഇവരിൽ അടങ്ങിയിട്ടുണ്ട്. കൈനറ്റോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈറ്റോകോൺട്രിയൽ DNA ഇങ്ങനെ കൂടിക്കിടക്കുന്ന ഒരവസ്ഥയെ വിളിക്കുന്ന പേരാണ് കൈനറ്റോപ്ലാസ്റ്റ്. അപ്പം മൈറ്റോകോൺട്രിയൽ DNA ഇങ്ങനെ കട്ടിയായി അല്ലെങ്കിൽ കൂടിക്കലർന്ന് കിടക്കുന്ന അവസ്ഥയെ നമ്മൾ വിളിക്കുന്ന പേര് കൈനറ്റോപ്ലാസ്റ്റ്. ഈ കൈനറ്റോപ്ലാസ്റ്റ് നമ്മുടെ ട്രിപ്പാനോസോമ എന്ന് പറയുന്ന ഈ പ്രോട്ടോസോവയിൽ കാണപ്പെടുന്നുണ്ട്. സോ നീളമേറിയ ശരീരം, ഇല പോലുള്ള ശരീരം, ഒരു ഫ്ലജല്ല മാത്രമുള്ള ശരീരം, തരംഗമായ മെംബ്രെയിൻസ് അല്ലെങ്കിൽ അൺഡ്യുലേറ്റിംഗ് മെംബ്രെയിൻസ് ഉള്ള ശരീരം, കൈനറ്റോപ്ലാസ്റ്റ് കാണുന്ന ശരീരം, ഇതൊക്കെയാണ് ട്രിപ്പാനോസോമ ഗാംബിയൻസിന്റെ പ്രത്യേകത. രക്തം, ലിംഫ്, സുഷുമ്ന ദ്രാവകം എന്നിവയിലാണ് ഇവരുടെ പ്രസൻസ് ഉണ്ടാകുന്നത്. ട്രിപ്പാനോസോമ ഗാംബിയൻസ് അല്ലെങ്കിൽ ട്രിപ്പാനോസോമ ബ്രൂസി ഗാംബിയൻസ് ബാധിച്ചാൽ ഒരു മനുഷ്യന്റെ രക്തം, ലിംഫ്, സുഷുമ്ന ഫ്ലൂയിഡ് എന്നിവയിൽ ഇവരുടെ സാന്നിധ്യം കാണപ്പെടാം. ഓക്കെ, അപ്പോൾ ട്രിപ്പാനോസോമ ഗാംബിയൻസിനെ കുറിച്ചാണ് നമ്മൾ കണ്ടത്. അവരുടെ മോർഫോളജി നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അവരുടെ മോർഫോളജി എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് പിടികിട്ടിയല്ലോ. പിടികിട്ടി. ജീവിതചക്രം എങ്ങനെയാണ്, അതായത് ഇവരുടെ ലൈഫ് സൈക്കിൾ. ട്രിപ്പാനോസോമ എന്ന് പറയുന്ന ആൾ, അവരുടെ ലൈഫ് സൈക്കിൾ എന്താണ്? കുട്ടികൾ നമുക്കറിയാമല്ലോ, ട്രിപ്പാനോസോമ ഗാംബിയൻസ് എന്ന് പറയുന്ന ആള് ഏത് രോഗമാണ് ഉണ്ടാക്കുന്നത്? അത് ആഫ്രിക്കൻ സ്ലീപ്പിംഗ് സിക്നസ്, ആഫ്രിക്കൻ ഉറക്ക രോഗമെന്ന് പറയുന്ന ഒരു രോഗമാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അത് എക്സാമിന് ചോദിക്കും. അപ്പൊ ഇവരുടെ ജീവിതചക്രം എങ്ങനെയാണ്, ആരാണിത് പരത്തുന്നത് എന്നൊക്കെ ഉള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. സെറ്റ്സെ ഈച്ച എന്ന് പറയുന്ന, സെറ്റ്സെ ഫ്ലൈ എന്ന് പറയുന്ന ജീവജാലങ്ങളുടെ രക്തമൂറ്റി കുടിക്കുന്ന ഒരു ജീവിയുണ്ട്. നിങ്ങൾക്ക് അവനെ ഇവിടെ കാണാം. ഓ, കാണുമ്പോൾ എന്തൊരു ശാന്തൻ. പക്ഷേ ഇവൻ ഈ സെറ്റ്സെ ഫ്ലൈ അല്ലെങ്കിൽ ഗ്ലോസിന വിഭാഗത്തിൽ വരുന്ന ഈ ആൾ, ഇവന്മാരെന്ത് ചെയ്യുമെന്നറിയാവോ? ഇവന്മാര് ഈ ജീവജാലങ്ങളുടെ രക്തം കുടിക്കും. അപ്പോൾ രക്തം കുടിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഇൻഫെക്ഷൻ ഉള്ള ഒരു ജീവിയുടെ, ഒരു വ്യക്തിയിൽ നിന്നും ഈ പറയുന്ന ട്രിപ്പാനോസോമ സെറ്റ്സെ ഫ്ലൈയിലൂടെ കയറി മറ്റൊരു ജീവിയിലേക്ക് എത്തും. ഓക്കെ. അപ്പം മനുഷ്യരിൽ നിങ്ങൾ ശ്രദ്ധിക്കണേ, രക്തത്തിലും ലിംഫിലും ട്രിപ്പോമാസ്റ്റിഗോട്ട് എന്ന ഒരു രൂപമാണ് കാണപ്പെടുന്നത്. ട്രിപ്പോമാസ്റ്റിഗോട്ട്. ഓക്കെ അല്ലേ ഫ്രണ്ട്സ്? അതായത് ഈ ട്രിപ്പാനോസോമ ഗാംബിയൻസിൽ മനുഷ്യരിൽ ഇവർ ഏത് രൂപത്തിൽ കാണുന്നു എന്ന് ചോദിച്ചാൽ ട്രിപ്പോമാസ്റ്റിഗോട്ട്. ഓക്കെ, ട്രിപ്പോമാസ്റ്റിഗോട്ടിന്റെ മോർഫോളജിക്കൽ ഫീച്ചേഴ്സ് ഒന്നും നമുക്ക് വേണ്ട. പക്ഷെ ഈ ഒരൊറ്റ പോയിന്റ് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. മനുഷ്യരിൽ ട്രിപ്പാനോസോമ ഏത് രൂപത്തിൽ കാണുന്നു? ട്രിപ്പോമാസ്റ്റിഗോട്ട് എന്ന രൂപത്തിലാണ് കാണുന്നത്. ഓക്കെ അല്ലേ? ട്രിപ്പോമാസ്റ്റിഗോട്ട് എന്ന രൂപത്തിൽ. മനുഷ്യരിൽ നിന്നും ഇത് സെറ്റ്സെ ഫ്ലൈയുടെ ദേഹത്തേക്ക് കയറുമല്ലോ.
സെറ്റ്സേ ഫ്ലൈയുടെ ദേഹത്തേക്ക് കയറുമ്പോൾ പിന്നെ ട്രിപ്പോമാസ്റ്റിഗോട്ട് രൂപത്തിലല്ല നിൽക്കുന്നത്, അത് പ്രോസൈക്ലിക് രൂപത്തിലും എപ്പിമാസ്റ്റിഗോട്ട് രൂപത്തിലുമാണ് ഈ ഈച്ചയുടെ ഭാഗങ്ങളിൽ ഉള്ളിൽ കാണുന്നത്. ഓക്കെ, ഏതൊക്കെ രൂപത്തിൽ? പ്രോസൈക്ലിക് രൂപത്തിലും എപ്പിമാസ്റ്റിഗോട്ട് എന്ന് പറയുന്ന രൂപത്തിലുമാണ് സെറ്റ്സേ ഈച്ചയിൽ ഇവന്മാർ കാണുന്നത്. അപ്പൊ അത് എന്ത് രൂപം എന്നുള്ളത് നമ്മുടെ വിഷയമേ അല്ലത് കേട്ടോ. അതാ ഞാൻ ആദ്യം പറഞ്ഞ അതാണ്. ചില കാര്യങ്ങൾ നിങ്ങൾ ആവശ്യമില്ലാതെ ചിന്തിച്ചു കൂട്ടേണ്ട കാര്യമില്ല. ഈ ലെവലിൽ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. മനുഷ്യരിൽ ഇവർ ട്രിപ്പോമാസ്റ്റിഗോട്ട് എന്ന രൂപത്തിലും ഈച്ചയിൽ പ്രോസൈക്ലിക് എപ്പിമാസ്റ്റിഗോട്ട് എന്ന് പറയുന്ന രൂപങ്ങളിലുമാണ് കാണുന്നത്. ഓക്കെ, ഈ സെറ്റ്സേ ഈച്ചയിൽ അവരുടെ മിഡ് ഗട്ട് ഉണ്ടല്ലോ, മധ്യകുടൽ, മിഡ് ഗട്ട്, ഈ മിഡ് ഗട്ട് പോർഷനിൽ ഇത് പ്രോസൈക്ലിക് രൂപത്തിലാണ് കാണുന്നത്. എന്നാൽ അവിടെ നിന്നും അത് ഉമിനീർ ഗ്രന്ഥികളിലേക്ക് ചേക്കേറും ഈ ഈച്ചയുടെ. അങ്ങനെ ഉമിനീർ ഗ്രന്ഥിയിലേക്ക് വരുമ്പോൾ ഉമിനീർ ഗ്രന്ഥിയിൽ അത് എപ്പിമാസ്റ്റിഗോട്ട് രൂപത്തിലാണ് കാണുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ പഠിക്കേണ്ടത് എന്താ? മനുഷ്യരുടെ ഉള്ളിൽ ട്രിപ്പാനോസോമ എന്ത് രൂപത്തിൽ കാണുന്നു? ട്രിപ്പോമാസ്റ്റിഗോട്ട്. ഈച്ചയുടെ സെറ്റ്സേ ഫ്ലൈയുടെ ഉള്ളിൽ ഇവൻ ഏത് ഭാഗത്ത് ഏത് രൂപത്തിൽ കാണുന്നു? ഈച്ചയുടെ മധ്യകുടലിലാണെങ്കിൽ പ്രോസൈക്ലിക് രൂപം, ഈച്ചയുടെ ഉമിനീർ ഗ്രന്ഥികളാണെങ്കിൽ എപ്പിമാസ്റ്റിഗോട്ട് രൂപം. ഇത് മാത്രം നിങ്ങൾ പഠിച്ചാൽ. ഓക്കെ, സെറ്റ്സേ ഈച്ചയുടെ കടിയിലൂടെ മനുഷ്യരിലേക്ക് ഇവന്മാർ കുത്തിവെക്കുന്നു, അല്ലെ? മനുഷ്യരിലേക്ക് ഇവന്മാരെ ട്രാൻസ്ഫർ ചെയ്യുന്നു. മനുഷ്യരിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇത് ഏത് രൂപത്തിലേക്ക് മാറും? ട്രിപ്പോമാസ്റ്റിഗോട്ട് രൂപത്തിലേക്കാണ് മനുഷ്യരിൽ എത്തിക്കഴിഞ്ഞാൽ ഇവന്മാർ മാറുന്നത്. അപ്പോൾ ട്രിപ്പോമാസ്റ്റിഗോട്ട്, പ്രോസൈക്ലിക്, എപ്പിമാസ്റ്റിഗോട്ട്, ഇങ്ങനെയൊക്കെ പറയുന്ന രൂപങ്ങളിലൂടെയാണ്, സൈക്കിളിലൂടെയാണ് ആര് കടന്നു പോകുന്നത്? നമ്മുടെ ട്രിപ്പാനോസോമ ബ്രൂസിഗ്യാംബിയൻസ് എന്നറിയപ്പെടുന്ന ഈച്ചകൾ, പ്രോട്ടോസോവ കടന്നു പോകുന്നത്. അവനെ പരത്തുന്ന വെക്ടറാണ് സെറ്റ്സേ ഫ്ലൈ അഥവാ ഗ്ലോസിന എന്ന് പറയുന്നത്. ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി സെറ്റ്സേ ഫ്ലൈ ചോദിക്കാതെ ഗ്ലോസിന എന്ന് കൊടുക്കും കേട്ടോ. അതുകൊണ്ടാണ് ഞാനതിവിടെ ബ്രാക്കറ്റ് കൊടുത്തിരിക്കുന്നത്. ഗ്ലോസിന എന്ന് പറഞ്ഞാൽ ആരാണ്? സെറ്റ്സേ ഫ്ലൈ തന്നെയാണ്. കുട്ടികളെ, ഇവരുണ്ടാക്കുന്ന രോഗത്തിന്റെ പേര് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, ആഫ്രിക്കൻ സ്ലീപ്പിംഗ് സിക്നസ്, അല്ലെ? ആഫ്രിക്കൻ സ്ലീപ്പിംഗ് സിക്നസ് അല്ലെങ്കിൽ ട്രിപ്പാനോസോമിയാസിസ്, ട്രിപ്പാനോസോമിയാസിസ് അല്ലെങ്കിൽ ആഫ്രിക്കൻ സ്ലീപ്പിംഗ് സിക്നസ്, ആഫ്രിക്കൻ സ്ലീപ്പിംഗ് സിക്നസ്, ട്രിപ്പാനോസോമിയാസിസ് അഥവാ അല്ലെങ്കിൽ ആഫ്രിക്കൻ സ്ലീപ്പിംഗ് സിക്നസ്, രണ്ടും ഒന്ന് തന്നെ. ഇതാണ് ഇവരുണ്ടാക്കുന്ന രോഗം. ഈ രോഗത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ എന്താണ് ലക്ഷണങ്ങൾ? പനി വരുന്നു, സന്ധിവേദന വരുന്നു, വീർത്ത ലിംഫ് നോഡുകൾ വരുന്നു. പനിയും ജോയിന്റ് പെയിനും എൻലാർജ്ഡ് ലിംഫ് നോഡ്സുമാണ് ആദ്യം ഇവിടെ സംഭവിക്കുന്നത്. പിന്നീട് ഇത് CNS-നെ ആക്രമിക്കുന്നു, സെൻട്രൽ നെർവസ് സിസ്റ്റത്തെ ആക്രമിക്കാൻ തുടങ്ങും. അങ്ങനെ വരുമ്പോൾ എന്താണ്? നമുക്ക് കൺഫ്യൂഷൻ, ആശയക്കുഴപ്പം ഉണ്ടാകും, സെൻസറി ഇംബാലൻസ്, സെൻസറി അസ്വസ്ഥതകൾ ഉണ്ടാകും, ഉറക്ക ചക്ര തടസ്സം, ഉറക്ക സൈക്കിളിനെ, സ്ലീപ്പ് സൈക്കിളിനെ അത് ബാധിക്കും. കോമയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്, മരണത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. നിസാരക്കാരനല്ല കേട്ടോ. ആഫ്രിക്കൻ ഉറക്ക രോഗമെന്ന് വിളിക്കുന്നത്, ട്രിപ്പാനോസോമിയാസിസ് എന്ന് വിളിക്കുന്നത് നിസാരക്കാരനല്ല. പനി, സന്ധിവേദന, വീർത്ത ലിംഫ് നോഡുകളിൽ തുടങ്ങി CNS ആക്രമണം, ആശയക്കുഴപ്പം, സെൻസറി അസ്വസ്ഥത, ഉറക്കചക്ര തടസ്സം, കോമ, മരണത്തിലേക്ക് വരെ ഇത് തള്ളിവിടാം. നിസാരക്കാരനല്ല. ഓക്കെ, എങ്ങനെ നമുക്ക് ഇവരെ പ്രതിരോധിക്കാം? ഇവരെ പ്രതിരോധിക്കാൻ ഒറ്റ പരിപാടിയേ ഉള്ളൂ, നമുക്ക് സെറ്റ്സേ ഫ്ലൈയെ പ്രതിരോധിക്കണം. അവനാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം, അല്ലേ? കീടനാശിനികളുടെയും വലകളുടെയും ഉപയോഗത്തിലൂടെ നമുക്ക് ആ ഫ്ലൈയെ പ്രതിരോധിക്കാം. സെറ്റ്സേ ബാധിത പ്രദേശങ്ങളിൽ സംരക്ഷണ വസ്ത്രം ധരിച്ച് നമുക്ക് അവരെ പ്രതിരോധിക്കാം. സെറ്റ്സേ ഈച്ചകളുടെ ഉന്മൂലനം കീടനാശിനി ഉപയോഗിച്ചും മറ്റ് ട്രാപ്പുകൾ, കെണികളൊക്കെ വെച്ച് നമുക്ക് അവരെ മൊത്തത്തിൽ ഇല്ലാതാക്കാം. രോഗബാധിതരായ വ്യക്തികളുടെ നിരീക്ഷണവും ചികിത്സയും നമുക്ക് നടത്താം. അങ്ങനെ മറ്റ് വ്യക്തികളെ രക്ഷപ്പെടുത്താൻ പറ്റും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ പറയുന്ന രോഗത്തിൽ നിന്നും നമ്മൾ രക്ഷ നേടുന്നത് അല്ലെങ്കിൽ പ്രതിരോധം തീർക്കുന്നത്. ഓക്കെ അല്ലേ കുട്ടികളെ? രണ്ടാമത്തെ ആളെന്ന് പറയുന്നത് ട്രിപ്പാനോസോമ ഗ്യാംബിയൻസ്. അപ്പോൾ അതിൻ്റെ മോർഫോളജി കണ്ടു, അതിൻ്റെ ലൈഫ് സൈക്കിൾ കണ്ടു, അതിൻ്റെ രോഗത്തിൻ്റെ രീതികൾ കണ്ടു, പ്രതിരോധ നടപടികൾ നമ്മൾ കണ്ടിരിക്കുകയാണ്. നോക്കിക്കോണേ, അപ്പോൾ ഇത് ഇപ്പം നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായല്ലോ, നമ്മൾ ആവശ്യമുള്ള പോയിന്റ് മാത്രമാണ് ഇവിടെ പഠിക്കുന്നത്, അല്ലേ? ഈ ഒരു ക്ലാരിറ്റിയിലൂടെ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതെപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഞാനിത് ഇടയ്ക്കിടയ്ക്ക് വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്, അനിമൽ ഡൈവേഴ്സിറ്റി നമ്മളെ വഴിതെറ്റിക്കുന്ന ഒരു മൊഡ്യൂളാണ്.
എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഏതൊക്കെ റൂട്ടിൽ വേണമെങ്കിലും നമുക്ക് പോയി സമയം കളയാൻ സാധിക്കുന്ന ഒരു പോയിന്റ് കൂടിയാണ്, അല്ലെങ്കിൽ ഒരു ഏരിയ കൂടിയാണ്. ഓക്കെ, അപ്പോൾ ട്രിപ്പാനോസോമ ഗ്യാമ്പിയൻസ് കഴിഞ്ഞു. ഒരാളെയും കൂടെയാണ് നമ്മുടെ കിങ്ഡം പ്രോട്ടിസ്റ്റയിൽ നമ്മുടെ സിലബസ് പറയുന്നത്. ആ ആള് സ്ഥിരമായിട്ട് പരീക്ഷയിൽ വരുന്ന ആളാണ്. ആ ആളാണ് പ്ലാസ്മോഡിയം വൈവാക്സ്. കുട്ടികളെ, പ്ലാസ്മോഡിയം വൈവാക്സ് മലമ്പനി, മലേറിയ എന്ന് പറയുന്ന അസുഖം ഉണ്ടാക്കുന്ന ആളാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ അതിൻ്റെ അകത്ത് കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. എന്താ ഇതിൻ്റെ രൂപഘടന, മോർഫോളജി? ഇതൊരു സ്പോറോസോവൻ പരാതമാണ്, പാരസൈറ്റ് ആണ്. ചുവന്ന രക്താണുകൾക്കുള്ളിലെ വളയത്തിൻ്റെ ആകൃതിയിലുള്ള ട്രോഫോസൈറ്റ് എന്ന് പറയുന്ന ഒരു രൂപത്തിൽ ഇവന്മാര് കാണപ്പെടാം. ചുവന്ന രക്താണുക്കൾക്കുള്ളിലെ വളയ ആകൃതിയിലുള്ള ട്രോഫോസൈറ്റ് എന്ന് പറയുന്ന ഒരു രൂപത്തിൽ ഇവന്മാർ എന്ത് ചെയ്യുന്നുണ്ട്? കാണപ്പെടാം. ട്രോഫോസൈറ്റ് മാത്രമല്ല കേട്ടോ, ഈ പ്ലാസ്മോഡിയം വൈവാക്സിന് സ്പോറോസോയിറ്റ്, മീറോസോയിറ്റ്, ട്രോഫോസോയിറ്റ്, ഗാമറ്റോസോയിറ്റ് എന്നൊക്കെ പറയുന്ന ഘട്ടങ്ങളുണ്ട്. നോക്കിക്കോണേ, സ്പോറോസോയിറ്റ് ഘട്ടമുണ്ട്, മീറോസോയിറ്റ് ഘട്ടമുണ്ട്, ട്രോഫോസോയിറ്റ് ഘട്ടമുണ്ട്, അതോടൊപ്പം തന്നെ ഗ്യാമറ്റോസൈറ്റ് ഘട്ടവുമുണ്ട്, അല്ലേ? ഗ്യാമറ്റോസൈറ്റ് ഘട്ടവുമുണ്ട്. ഇങ്ങനെ പല ഘട്ടങ്ങളുള്ള ഒരാളാണ് പ്ലാസ്മോഡിയം വൈവാക്സ്. ഇത് കണ്ട് പേടിക്കൊന്നും വേണ്ട കേട്ടോ, നമ്മൾ എന്താണെന്ന് വിശദമായിട്ട് കാണാൻ പോവുകയാണ്. ഇവരുടെ ജീവിത ചക്രം എങ്ങനെയാണ്, ലൈഫ് സൈക്കിൾ എങ്ങനെയാണ്? പ്ലാസ്മോഡിയത്തിൻ്റെ ലൈഫ് സൈക്കിൾ വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒന്നാണ്. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നതിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഡയഗ്രത്തിലേക്ക് പോകാം. ഡയഗ്രത്തിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് തിരിച്ച് എന്തിലേക്ക് വരാം? നമ്മുടെ എഴുത്തിലേക്ക് വരാം. നമുക്കറിയാം, മലേറിയ എന്ന് പറയുന്ന അസുഖം അനോഫിലസ് കൊതുകാണ് പരത്തുന്നത്. എക്സാമിന് എപ്പോഴും ചോദിക്കുന്നതാണ്, അല്ലേ? അനോഫിലസ് കൊതുകാണ് പരത്തുന്നത്. അനോഫിലസ് കൊതുകിൻ്റെ ഉള്ളിലും മനുഷ്യൻ്റെ ഉള്ളിലുമായിട്ടാണ് എന്ത് സംഭവിക്കുന്നത്? ഇവരുടെ ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത് സംഭവിക്കുന്നത്. ഓക്കെ അല്ലേ? ഓക്കെയാണ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്, മനുഷ്യരിൽ അസെക്ഷുവൽ സൈക്കിളും കൊതുകിൽ സെക്ഷുവൽ സൈക്കിളുമാണ് നമ്മുടെ പ്ലാസ്മോഡിയം കണ്ടക്ട് ചെയ്യുന്നത്. വിച്ച് മീൻസ് സെക്ഷുവൽ സൈക്കിൾ എന്ന് പറയുന്നത് കൊതുകിൻ്റെ ഉള്ളിലും മനുഷ്യൻ്റെ ഉള്ളിൽ വരുമ്പോൾ അസെക്ഷുവൽ സൈക്കിളുമാണ് ആര് നടത്തുന്നത്? നമ്മുടെ പ്ലാസ്മോഡിയം നടത്തുന്നത്. ഓക്കെ അല്ലേ? ആദ്യത്തെ ഒരു വാക്കിൽ നിന്ന് ഞാൻ തുടങ്ങുകയാണ്. സ്പോറോസോവൈറ്റ് എന്ന് പറയുന്ന ഒരു വാക്ക് നിങ്ങളിവിടെ കണ്ടില്ലേ? സ്പോറോസോവൈറ്റ്. ഒരു കൊതുക് അനോഫിലസ് കൊതുക് ഒരു വ്യക്തിയെ കടിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലെ പ്ലാസ്മോഡിയം സ്പോറോസോവൈറ്റ് രൂപത്തിലാണ് ഇയാളുടെ രക്തത്തിലേക്ക് വരുന്നത്. അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത് കേട്ടോ. ഒരു കൊതുക്, അനോഫിലസ് കൊതുക് ഒരു വ്യക്തിയെ കടിക്കുമ്പോൾ സ്പോറോസോവൈറ്റ് ഘട്ടത്തെയാണ് എന്ത് ചെയ്യുന്നത്? രക്തത്തിലേക്ക് ഇഞ്ചക്ട് ചെയ്യുന്നത്. ഓക്കെ, ഈ സ്പോറോസോവൈറ്റ് ഘട്ടത്തിൽ നിൽക്കുന്ന പ്ലാസ്മോഡിയം നേരെ എങ്ങോട്ട് വരുമെന്നറിയാവോ? നേരെ ലിവറിൻ്റെ അകത്തോട്ട് വരും. ഓക്കെ, ഈ സ്പോറോസോവൈറ്റ് ഘട്ടം രക്തത്തിലൂടെ പതുക്കെ എങ്ങോട്ട് വന്നു? ദേ ഇവിടെ ലിവറിൻ്റെ ഉള്ളിലേക്ക് കടന്നിരിക്കുകയാണ്. ഇപ്പോൾ സ്പോറോസോവൈറ്റ് ഘട്ടം എവിടെ എത്തി? മനുഷ്യൻ്റെ ലിവറിൻ്റെ ഉള്ളിൽ ഇരിക്കുകയാണ്. ഓക്കെ അല്ലേ? ക്ലിയർ ആണ് കുട്ടികൾ? ഈ ലിവറിൻ്റെ ഉള്ളിൽ ഈ സ്പോറോസോവൈറ്റ് ഘട്ടത്തിന് എന്ത് സംഭവിക്കും? അതിൻ്റെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് എന്ത് ചെയ്യുമെന്നറിയാവോ? ഇവന്മാർ ലിവറിൻ്റെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് ഷീസോണ്ട് എന്ന് പറയുന്ന ഒരു ഘടന രൂപം കൊള്ളും. ഷീസോണ്ട്, ഓക്കെ, അല്ലെങ്കിൽ സ്കീസോണ്ട്, പല രീതിയിൽ പറയാം. അപ്പോൾ ഷീസോണ്ട് അല്ലെങ്കിൽ സ്കീസോണ്ട് എന്ന് പറയുന്ന ഒരു രൂപത്തിലേക്ക് ഈ സ്പോറോസോവൈറ്റ് ഘട്ടം എന്ത് ചെയ്യുന്നു? മാറുന്നു. ഈ ഷീസോണ്ടിൻ്റെ ഒരു പ്രത്യേകത, ഇതിൻ്റെ ഉള്ളിൽ മീറോസോവൈറ്റ്സ് എന്ന് പറയുന്ന അടുത്ത സ്റ്റേജ് ഉണ്ടാവും. ശ്രദ്ധിക്കണേ, സ്പോറോസോവൈറ്റ് ആയിട്ട് നമ്മുടെ രക്തത്തിൽ വന്ന ആള് ലിവറിലെത്തി, ലിവറിൻ്റെ അകത്ത് വെച്ച് സ്പോറോസോവൈറ്റ് ആരായിട്ട് മാറി? ഷീസോണ്ട് സ്റ്റേജിലേക്ക് മാറി. ഷീസോണ്ട് സ്റ്റേജിൻ്റെ ഉള്ളിൽ അടുത്ത ഘട്ടം രൂപം കൊള്ളുകയാണ്. അതിൻ്റെ പേരാണ് മീറോസോവൈറ്റ്സ്. ഓക്കെ, മീറോസോവൈറ്റ്സ്. മീറോസോവൈറ്റ്സ്. ഓക്കെ അല്ലേ? ലിവറിൻ്റെ അകത്തുള്ള ഷീസോണ്ട് എന്ത് ചെയ്യുമെന്നറിയാമോ? പൊട്ടുകയും ഈ മീറോസോവൈറ്റ്സ് ലിവറിൽ നിന്നും പുറത്തേക്ക് വരികയും ചെയ്യും. ഓക്കെ, ലിവറിൽ നിന്നും ഈ മീറോസോവൈറ്റ്സ് പുറത്തേക്ക് വന്നാൽ ഇത് നേരെ രക്തത്തിലേക്കാണ് പോകുന്നത്. ഓക്കെ അല്ലേ? രക്തത്തിലേക്കാണ് പോകുന്നത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, രക്തത്തിൽ എത്തുന്ന RBCയിൽ എത്തുന്ന ഈ മീറോസോവൈറ്റ്സ് RBCയിൽ എത്തി നിൽക്കുകയാണ്. ഈ മീറോസോവൈറ്റ്സ് എന്ത് ചെയ്യുമെന്നറിയാവോ? മീറോസോവൈറ്റ്സ് പതുക്കെ രൂപം മാറി ഒരു റിംഗ് സ്റ്റേജിലോട്ടൊക്കെ എത്തി അത് നേരെ ട്രോഫോസോവൈറ്റ് ആയിട്ട് മാറും.
കുട്ടികളെ ട്രോഫോസോയിറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു, റിംഗ് രൂപത്തിലിരിക്കുന്ന നമ്മുടെ ആ ആർ ബി സിക്കുള്ളിലെ സ്ട്രക്ചറാണ് ട്രോഫോസോയിറ്റ്. അപ്പോൾ ആർ ബി സിക്കുള്ളിലെത്തിയ മീറോസോയിറ്റ്സ് ഒരു ട്രോഫോസോവൈറ്റ് ആയിട്ട് മാറിയിരിക്കുകയാണ്. ഓക്കെ അല്ലേ ഫ്രണ്ട്സ്? ക്ലിയർ അല്ലേ? ഈ ട്രോഫോസോവൈറ്റ് എന്ത് ചെയ്യുമെന്നറിയാവോ? ട്രോഫോസോവൈറ്റ് വീണ്ടും അടുത്ത ഒരു ഷീസോണ്ടിനെ ഉണ്ടാക്കും. ട്രോഫോസോയിറ്റ്സ് വീണ്ടും അടുത്ത ഒരു ഷീസോണ്ടിനെ ഉണ്ടാക്കും. ഉണ്ടാക്കിയോ? അപ്പോൾ ഷീസോണ്ടിന്റെ ഉള്ളിൽ ആരായിരിക്കും ഉണ്ടാകുന്നത്? വീണ്ടും അടുത്ത മീറോസൈറ്റ്സ് ഇതേ ഷീസോണ്ടിന്റെ ഉള്ളിൽ ഉണ്ടാക്കും. ഈ മീറോസോയിറ്റ്സ് വീണ്ടും ട്രോഫോസോയിറ്റ് ഉണ്ടാവും, വീണ്ടും ഷീസോണ്ട് ഉണ്ടാവും, വീണ്ടും മീറോസൈറ്റ് ഉണ്ടാവും. ഇങ്ങനെ ആർ ബി സിയിൽ ഇങ്ങനെയുള്ള പരിപാടി നടക്കുകയും ആർ ബി സിയെ ഇങ്ങനെ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും, റപ്ചർ ചെയ്യും. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ ഫ്രണ്ട്സ്? ക്ലിയർ? ഇതിൻ്റെ ഇടയിൽ ഈ ആർ ബി സിയെ നശിപ്പിക്കുന്നതിൻ്റെ ഇടയിൽ എന്ത് ചെയ്യുമെന്നറിയാവോ? ഈ പറയുന്ന ഫോമുകളുടെ ഇടയിൽ കൂടെ ഗ്യാമറ്റോസൈറ്റ് എന്ന് പറയുന്ന ആൾക്കാരെ ഇവന്മാർ നിർമ്മിക്കാൻ തുടങ്ങും. ഓക്കെ ഓക്കെ അല്ലേ? അപ്പോൾ മീറോസോയിറ്റ്സ് എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ ട്രോഫോസോയിറ്റ്സ് എന്നൊക്കെ പറയുന്ന മീറോസോയിറ്റ്സ് ഒക്കെ ആയി അതിൻ്റെ ഇടയിൽ കൂടി ആരെയും കൂടെ നിർമ്മിക്കുന്നുണ്ട്? ഗ്യാമറ്റോസൈറ്റിനെ കൂടെ നിർമ്മിക്കുന്നുണ്ട്. ഗ്യാമറ്റോസൈറ്റ് എന്ന് പറയുമ്പോൾ ആൺ പെൺ ഗ്യാമേറ്റ്സ് അല്ലേ, അല്ലെങ്കിൽ മാക്രോ മൈക്രോ ഗ്യാമേറ്റുകളെ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ നിർമ്മിക്കുന്നുണ്ട്. അതെ, നിങ്ങൾക്ക് ഇവിടെ കാണാം, മാക്രോ മൈക്രോ ഗ്യാമേറ്റ്സിനെ നിർമ്മിക്കുന്നുണ്ട്. ഓക്കെ അല്ലേ ഫ്രണ്ട്സ്? ക്ലിയർ അല്ലേ? ഓക്കെയാ. ഇനി നിങ്ങൾ നോക്കിക്കോണേ, ഇപ്പോൾ രക്തത്തിൽ ആരുണ്ട്? മാക്രോ ഗാമേറ്റോസൈറ്റും മൈക്രോ ഗാമേറ്റോസൈറ്റും ഇരിപ്പുണ്ടല്ലോ. ഇപ്പോൾ ഈ ഘട്ടത്തിൽ വേറൊരു കൊതുക് വന്ന് ഈ വ്യക്തിയെ കടിക്കുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെ കടിക്കുമ്പോൾ എന്താണ്? രക്തം ഇത് വലിച്ചെടുക്കുമ്പോൾ രക്തത്തിലൂടെ മൈക്രോ മാക്രോ ഗാമറ്റോസൈറ്റ് ഈ കൊതുക് വലിച്ചെടുക്കുകയാണ്. കൊതുകിൻ്റെ ഗട്ടിലേക്ക് ഈ പറയുന്ന ഗാമറ്റോസൈറ്റ് എത്തിയിരിക്കുകയാണ്, അല്ലെങ്കിൽ ആ ഗാമേറ്റ്സ് എത്തിയിരിക്കുകയാണ്. കൊതുകിൻ്റെ ഗട്ടിൽ അല്ലെങ്കിൽ മധ്യകുടലിൽ അത് എത്തിയിരിക്കുകയാണ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു കൊതുകിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത് അല്ലേ? അപ്പോൾ ഈ ഉള്ളിലേക്ക് എത്തിയ ഗാമേറ്റ്സിന് എന്ത് സംഭവിക്കും? അവർ തമ്മിൽ ഫ്യൂസ് ചെയ്യും. നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം, മനുഷ്യൻ്റെ രക്തത്തിൽ വെച്ച് ഫ്യൂസ് ചെയ്തുകൂടായിരുന്നോ എന്ന്. ചെയ്യാൻ സൗകര്യമില്ല, അത്ര തന്നെ. മനുഷ്യൻ്റെ രക്തത്തിൽ വെച്ച് ഫ്യൂസ് ചെയ്തിട്ടില്ല. മനുഷ്യൻ്റെ രക്തത്തിൽ നിന്നും കൊതുകിൻ്റെ മിഡ് ഗട്ടിലെത്തിയപ്പോഴാണ് അവിടെ ഗാമേറ്റ് തമ്മിൽ ഫ്യൂസ് ചെയ്യുകയും അവിടെ എന്ത് സംഭവിച്ചത്? ഒരു സൈഗോട്ട് ഉണ്ടാവുകയും ചെയ്തു. ഓക്കെ, ഒരു സൈഗോട്ട് ഉണ്ടാവുകയും ചെയ്തു. കൂട്ടുള്ള ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോണേ, ഈ സൈഗോട്ട് എന്ന് പറയുന്ന ആരായിട്ട് മാറുന്നെന്ന് ഒന്ന് നിങ്ങൾ നോക്കിക്കോണേ. സൈഗോട്ട് ഊക്കൈനേറ്റ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറായിട്ട് മാറുകയാണ്. നോക്കണേ, സൈഗോട്ട് എന്ന് പറയുന്നത് ഊക്കൈനേറ്റ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറായിട്ട് മാറുകയാണ്. ഈ ഊക്കൈനേറ്റിന്റെ പരിപാടി ഈ മിഡ് ഗട്ടിന്റെ ഭിത്തി തുളയ്ക്കുക എന്നുള്ളതാണ്. ഊക്കൈനേറ്റിന്റെ പരിപാടി ഈ മിഡ് ഗട്ടിന്റെ ഭിത്തി തുളയ്ക്കുക എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെ തുളച്ച് ഇവൻ ആ ഭിത്തിയുടെ ഉള്ളിൽ കയറുകയും ഈ ഊക്കൈനേറ്റ് ഊസിസ്റ്റ് എന്ന് പറയുന്ന ഒരു രൂപത്തിലേക്ക് മാറുകയും ചെയ്യുന്നു. ഈ ഊക്കൈനേറ്റ് ഊസിസ്റ്റ് എന്ന് പറയുന്ന ഒരു രൂപത്തിലേക്ക് എന്ത് സംഭവിച്ചു? മാറി. സിസ്റ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ആരെങ്കിലും ഉണ്ടാവണമല്ലോ. കുട്ടികളെ, ഈ ഊസിസ്റ്റ് ഇരുന്ന് മെച്ചുവറായി അവസാനം അതിൻ്റെ അകത്ത് മുഴുവൻ സ്പോറോസോവൈറ്റ്സ് ഉണ്ടാവുകയും അവസാനം ഈ ഊസിസ്റ്റ് പൊട്ടി ഈ സ്പോറോസോവൈറ്റ്സ് മൊത്തം വെളിയിൽ വരികയും ചെയ്തു. ഇപ്പോഴും ഇത് മിഡ് ഗട്ടിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ഈ ഊസിസ്റ്റ് മൊത്തം പൊട്ടി സ്പോറോസോയിറ്റ് ആയിട്ട് മാറി. സ്പോറോസോവൈറ്റ്സ് എന്ത് ചെയ്യുന്ന അറിയാം? പതുക്കെ ഈ പറയുന്ന കൊതുകിൻ്റെ സലൈവറി ഗ്ലാൻഡിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു. ഇപ്പോൾ അതിൻ്റെ സലൈവറി ഗ്ലാൻഡിലാണ് ഇരിക്കുന്നത് സ്പോറോസോവൈറ്റ്. ഈ കൊതുക് വേറൊരു വ്യക്തിയെ കടിച്ചാൽ ഈ ഉമിനീർ ഗന്ധിയിലിരിക്കുന്ന സ്പോറോസോവൈറ്റ്സ് ആണ് അടുത്ത ആളുടെ ഉള്ളിലേക്ക് കയറുന്നത്. സൈക്കിൾ കംപ്ലീറ്റ് ആയോ? ഈ സ്പോറോസോവൈറ്റ് രക്തത്തിലേക്ക് കലരുകയും ലിവറിലെത്തുകയും ഷീസോണ്ടായിട്ട് മാറുകയും ചെയ്യും. ഷീസോണ്ട് ഉള്ളിലെ മീറോസോയിറ്റ്സിനെ റിലീസ് ചെയ്യുകയും അത് രക്തത്തിലെത്തുകയും ചെയ്യും. മീറോസോവൈറ്റ്സ് ആർ ബി സിയുടെ ഉള്ളിൽ കയറി അവിടെ ട്രോഫോസോവൈറ്റ്സിനെ ഉണ്ടാക്കി വീണ്ടും ഷീസോണ്ടിലൂടെ അഡീഷണൽ മീറോസോയിറ്റ്സിനെ വീണ്ടും ഉണ്ടാക്കും. ഇവന്മാർ ആർ ബി സിയെ റപ്ചർ ചെയ്യുകയും അപ്പോൾ മലേറിയയുടെ സിംറ്റംസ് നമുക്ക് അനുഭവപ്പെടുകയും ചെയ്യും. ഈ സൈക്കിളിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഗ്യാമറ്റോസൈറ്റിൻ്റെ പ്രൊഡക്ഷൻസ് ഉണ്ടാവുകയും അത് അടുത്ത കൊതുകിൻ്റെ ഉള്ളിലേക്ക് കടക്കുകയും ചെയ്യുന്നു. കൊതുകിൻ്റെ മധ്യകുടലിലെത്തിക്കഴിഞ്ഞാൽ ഈ ഗ്യാമേറ്റ്സ് പരസ്പരം ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ഉണ്ടാകുന്നു. സൈഗോട്ട് രൂപം മാറി ഊക്കൈനേറ്റ് ഉണ്ടാകുന്നു. അവൻ മിഡ് ഗട്ടിൻ്റെ ഭിത്തി തുളയ്ക്കുന്നു.
ഊക്കൈനേറ്റ് അവിടെ ഇരുന്നു കൊണ്ട് ഊസിസ്റ്റായിട്ട് മാറുന്നു. ഊസിസ്റ്റിൻ്റെ അകത്ത് അനേകം സ്പോറോസോവൈറ്റ്സ് ഉണ്ടാകുന്നു. അവന്മാർ റപ്ചർ ചെയ്ത് പൊട്ടിയിട്ട് ഈ സ്പോറോസോവൈറ്റ്സ് പുറത്തേക്ക് വന്ന് നേരെ ഈ പറയുന്ന കൊതുകിൻ്റെ സലൈവറി ഗ്ലാൻഡിലേക്ക്, ഉമിനീർ ഗ്രന്ഥിയിലേക്ക് ചേക്കേറുന്നു. അവൻ അടുത്ത ആളെ കടിക്കുമ്പോൾ ഇതെല്ലാം കൂടെ സ്പോറോസോവൈറ്റ്സ് അടുത്ത ആളുടെ രക്തത്തിലേക്ക് പോകുന്നു. പിടികിട്ടിയോ കുട്ടികളെ? പിടികിട്ടിയോ? കുറേ വാക്കുകൾ വരുന്നുണ്ട് കേട്ടോ. സ്പോറോസോവൈറ്റ്സ്, മ്യൂറോസോവൈറ്റ്സ്, ഷീസോണ്ട്, ട്രോഫോസോവൈറ്റ്, ഗ്യാമറ്റോസൈറ്റ്, നമ്മുടെ ഊക്കൈനേറ്റ്, ഊസിസ്റ്റ്, ഇങ്ങനെയുള്ള വാക്കുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം. ദിസ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. പ്രത്യേകിച്ചും നമ്മൾ ഈ 3 പേരെ പഠിച്ചതിൽ മലേറിയയുടെ ഈ പ്ലാസ്മോഡിയത്തിൻ്റെ ഈ ഒരു ജീവിത ചക്രം എന്ന് പറയുന്നത് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ കൊതുകിൽ ലൈംഗിക ഘട്ടം നടക്കുന്നു. നമുക്കറിയാം ഗ്യാമറ്റോസൈറ്റുകൾ ഗ്യാമേറ്റായിട്ടും സൈഗോട്ടായിട്ടും ഊക്കൈനേറ്റായിട്ടും ഊസിസ്റ്റായിട്ടും സ്പോറോസോവൈറ്റായിട്ടും ഒക്കെ മാറി ഉമിനീർ ഗ്രന്ഥിയിലേക്ക് പോവുകയാണ്. അപ്പോൾ ആ ഡയഗ്രത്തിന് നമ്മളിവിടെ സിമ്പിളായിട്ട് കൊടുത്തിരിക്കുന്നു എന്ന് മാത്രം. ഈ സ്പോറോസോവൈറ്റ് എന്ത് ചെയ്യും? മനുഷ്യരിലെത്തുമ്പോൾ കരളിൽ പ്രവേശിച്ച് സ്കീസോഗോണി എന്ന് പറയുന്ന ഒരു അസെക്ഷൽ രീതിയിൽ ഒരു അസെക്ഷൽ ടൈപ്പ് റീപ്രൊഡക്ഷനൊക്കെ നടത്തി മ്യൂറോസോവൈറ്റുകൾ ഉണ്ടാവുകയും അത് RBCയിലേക്ക് കയറി ട്രോഫോസോവൈറ്റുകളെ നിർമ്മിക്കുകയും ട്രോഫോസോവൈറ്റ് കുറച്ചും കൂടെ മ്യൂറോസോവൈറ്റുകളെയോ ഗ്യാമറ്റോസൈറ്റുകളെയോ ഒക്കെ നിർമ്മിക്കുകയും ചെയ്യുന്നു. ഈ ഗ്യാമറ്റോസൈറ്റുകൾ എങ്ങോട്ട് പോകും? ഈ ഗ്യാമറ്റോസൈറ്റാണ് ദേ ഇതിൻ്റെ ഇടയിൽ കൂടെ നേരെ എങ്ങോട്ട് പോയി ദേ ഇവിടെ എത്തിയത്. ഓക്കെ, അങ്ങനെയാണ് ഈ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ ഫ്രണ്ട്സ്? വ്യക്തമല്ലേ? നിങ്ങൾക്ക് ആ ഒരു ഏരിയ മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു കേട്ടോ. സംഭവം സിമ്പിളാണ്, പക്ഷേ ഇത് നമ്മൾ പെട്ടെന്ന് മറന്നു പോകും, കാരണം ഇത്രയും സ്റ്റേജസ് വരുന്നത് കൊണ്ട്. ഓക്കെ അല്ലേ? ഇനി രോഗം എന്താണ്? ഇത് എന്ത് പ്രശ്നം ഉണ്ടാക്കും കുട്ടികളെ? പ്ലാസ്മോഡിയം വൈവാക്സ് എന്ന് പറയുന്നത് മാരകമല്ലാത്ത ടേർഷ്യൻ മലേറിയയ്ക്ക് കാരണമാകുന്നു. മലേറിയ പല ടൈപ്പ് ഉണ്ട് കേട്ടോ. അതിൽ കമ്പാരിറ്റീവ്ലി മാരകമല്ലാത്ത ടേർഷ്യൻ മലേറിയ ഉണ്ടാക്കുന്ന ആളാണ് പ്ലാസ്മോഡിയം വൈവാക്സ്. പക്ഷേ ഈ മാരകമല്ലാത്ത എന്ന വാക്ക് ഇപ്പോൾ പൊതുവെ ഉപയോഗിക്കാറില്ല. കാരണം മലേറിയ, ഈ ടേർഷ്യൻ മലേറിയ എന്ന് പറയുന്നത് മാരകമായി മാറാം എന്ന് പിന്നീട് തെളിയിച്ചു. പക്ഷേ എന്നാലും പല പുസ്തകത്തിലും മാരകമല്ലാത്ത ടേർഷ്യൻ മലേറിയ എന്ന് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ചോദ്യമുണ്ട്, മാരകമായ മലേറിയ ഉണ്ടാക്കുന്നത് ആര്? PSCയുടെ ഒരു ചോദ്യം തന്നെയാണ്. മാരകമായ മലേറിയ ഉണ്ടാക്കുന്നത് ആര്? അത് പ്ലാസ്മോഡിയം ഫാൽസിപ്പാരമാണ് കേട്ടോ. PSCയുടെ തന്നെ ജനറൽ PSCക്ക് തന്നെ ചോദിച്ചൊരു ചോദ്യമാണ്. പ്ലാസ്മോഡിയം ഫാൽസിപ്പാരമാണ്. ഇവിടെ നമ്മൾ കാണുന്ന പ്ലാസ്മോഡിയം മലേറിയയെ കുറിച്ചാണ്. അതാണ് നമ്മളൊരു മോഡലാക്കി എടുത്ത് പഠിക്കുന്നത് അല്ലേ? ഈ മലേറിയയുടെ ലക്ഷണം എന്താണ് ഫ്രണ്ട്സ്? ചാക്രികമായി സൈക്ലിക്കലായിട്ടാണ് ഈ ലക്ഷണങ്ങൾ വരുന്നത്. അതായത് വിറയൽ, പനി, ഓരോ 48 മണിക്കൂറിലും വിറയൽ വരും. ഓരോ 2 ദിവസം കഴിയും തോറും വിറയൽ വരും. ഇത് വൈവാക്സിൻ്റെ ഒരു പ്രത്യേകതയാണ്, രോഗത്തിൻ്റെ പ്രത്യേകതയാണ്. വേറെ പ്ലാസ്മോഡിയം സ്പീഷീസിൻ്റെ രോഗം എന്ന് പറയുമ്പോൾ ഈ ടൈമിങ്ങിൽ വ്യത്യാസം വരും. അപ്പോൾ 48 മണിക്കൂർ കഴിയുമ്പോൾ പനിയും വിറയലും ഇങ്ങനെ സൈക്ലിക്കലായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇതാണ് മലമ്പനിയുടെ ഒരു പ്രത്യേകത. ഇതിൻ്റെ പ്രശ്നം എന്താണ്? സ്പ്ലീനോമെഗാലി എന്ന് പറയുന്നൊരു പ്രശ്നം, ഒരു കുഴപ്പം ഈ പറയുന്ന ഇൻഫെക്ഷൻ ഉണ്ടാക്കും. സ്പ്ലീനോമെഗാലി എന്ന് പറഞ്ഞാൽ, മെഗ എന്ന് പറഞ്ഞാൽ വലുത്, സ്പ്ലീൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ പ്ലീഹ. RBCയെ നശിപ്പിക്കുന്നത് കൊണ്ട് ഈ RBCയുടെ ശവപ്പുറം എന്നറിയപ്പെടുന്ന സ്പ്ലീനിനെയും ഇത് ബാധിക്കും. സ്പ്ലീനിൻ്റെ വലിപ്പം കൂടാൻ തുടങ്ങും. പരീക്ഷ ചോദിച്ചിട്ടുണ്ട്, മലമ്പനി ബാധിക്കുന്ന അവയവം ഏത്? അത് സ്പ്ലീനാണ്. ഓക്കെ, ലിവറിൻ്റെ അകത്ത് ഇവന്മാർ കയറുമെങ്കിലും ബാധിക്കുന്നത് ആര്, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ആര് എന്നൊക്കെ ഉള്ള അർത്ഥത്തിൽ സ്പ്ലീൻ തന്നെയാണ് ഉത്തരം. മലമ്പനി ബാധിക്കുന്ന കോശം ഏതെന്ന് ചോദിച്ചാലോ, അത് RBC ആണ് അല്ലേ? RBC കോശത്തിനെയാണ് അവർ ബാധിക്കുന്നത്. സോ കോശം ചോദിച്ചാൽ RBC, അവയവം ചോദിച്ചാൽ സ്പ്ലീൻ. അപ്പോഴും അവിടെ ഒരു കോൺട്രവേഴ്സി ഉണ്ട്, ലിവറിനെ ബാധിക്കുന്നില്ല എന്ന്. ലിവറിനെ ബാധിക്കുന്നുണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ PSC പലപ്പോഴും ഉത്തരമായിട്ട് ചോദിച്ചിട്ടുള്ളത് സ്പ്ലീനിനെയാണ്. കരളിനെ ബാധിക്കുന്നില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് കരളിൻ്റെ പ്രവർത്തനരഹിതമായ അവസ്ഥയിലേക്ക് എന്ത് ചെയ്യാം? ഇതിനെ വേണമെങ്കിൽ കൊണ്ടുപോകാം അല്ലേ? ഒരു പോയിന്റൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ കരളിനെയും ഇത് ബാധിച്ചു തുടങ്ങും എന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് ഈ രോഗത്തിൻ്റെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്ലാസ്മോഡിയത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഇവന്മാർ ഹിപ്നോസോവൈറ്റ്സ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനിൽ ചിലപ്പോൾ ഇനാക്റ്റീവായിട്ട് കരളിൻ്റെ അകത്ത് കാണും. രോഗം വന്ന് കുറേ നാൾ കഴിഞ്ഞാലും ഇത് ഉള്ളിൽ തന്നെ കാണും. ഇവന്മാർ റീഇൻഫെക്ഷൻ പോസിബിൾ ആണ്. ഹിപ്നോസോവൈറ്റ്സ് എന്ന് പറയുന്ന രീതിയിൽ ഇവന്മാർ കാണാം. ദേ ഇവിടെ നിങ്ങൾ നോക്കിക്കേ, സ്പോറോസോവൈറ്റ് ആയിട്ട് മാറിയിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഡോർമൻ്റ് ആയിട്ടിരിക്കുന്ന ഹിപ്നോസോവൈറ്റ് എന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്തിട്ടില്ലേ? ഇങ്ങനെ ഡോർമൻ്റ് ആയിരിക്കുന്ന ഈ ഹിപ്നോസോവൈറ്റ് എത്ര നാൾ വേണമെങ്കിലോ ലിവറിൻ്റെ ഉള്ളിൽ കാണപ്പെടാം, ഇനാക്റ്റീവ് ആയിട്ടിരിക്കും.
കുറേ കാലം കഴിഞ്ഞ് ഇവന്മാർ ഓണായി വീണ്ടും എന്ത് ചെയ്യും, ഈ സൈക്കിള് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യാം, ഇങ്ങനെ ഒരു ഇനാക്റ്റീവ് സ്റ്റേറ്റിലും ആര് കാണപ്പെടാം, ഈ പ്ലാസ്മോഡിയം കാണപ്പെടാം. ആ ഇനാക്റ്റീവ് സ്റ്റേറ്റിന്റെ പേരാണ് ഹിപ്നോസോയിറ്റുകൾ. അപ്പോൾ മുൻകാല പ്രീവിയസ് ഇയർ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് പരിശോധിക്കുമ്പോഴൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, മലമ്പനി ബാധിക്കുന്ന അവയവം എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുള്ളത് സ്പ്ലീനിനെയാണ്, കോശം എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുള്ളത് RBC ആണ്. കരളിൽ ബാധിക്കുന്നുണ്ട്, പക്ഷേ സ്പ്ലീനാണ് അവിടെ നമ്മളെപ്പോഴും ഫോക്കസ് ചെയ്ത് പഠിക്കുന്നത്. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ ഫ്രണ്ട്സ്? അപ്പോൾ രോഗത്തെക്കുറിച്ചാണ് നമ്മളിവിടെ കണ്ടത്. അങ്ങനെയെങ്കിൽ എങ്ങനെ നമുക്ക് ഇവരെ പ്രതിരോധിക്കാം, എങ്ങനെ നമുക്ക് ഈ അസുഖം വരാതിരിക്കാം, കൊതുക് വലകളും കീടനാശിനികളും ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. കെട്ടിക്കിടക്കുന്ന വെള്ളം എന്ന് പറയുന്നത് വറ്റിക്കാൻ ശ്രമിക്കുക അല്ലേ. കൊതുകുകളുടെ പ്രജനന കേന്ദ്രങ്ങളാണ്. ഏത് കൊതുക്? അനോഫിലസ് കൊതുക്. മലമ്പനി കാണുന്ന പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ചതുപ്പ് നിലങ്ങൾ, മാർഷ് ഡിസീസ്, ബ്ലാക്ക് വാട്ടർ ഫീവർ എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത് ഈ മലമ്പനിയാണ്, മലേറിയയാണ് അല്ലേ. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. ചതുപ്പ് രോഗം എന്നൊക്കെ വിളിക്കുന്നത് ഇങ്ങനെയുള്ള ഈ അസുഖത്തെയാണ്. ഇനി മലമ്പനിക്ക് പ്രതിരോധമായിട്ടുള്ള മരുന്നുകൾ ക്ലോറോക്വിൻ, പ്രൈമാക്വിൻ എന്നൊക്കെ പറയുന്ന മരുന്നുകൾ മലമ്പനിക്കെതിരെ നമുക്ക് കൊടുക്കാം. ബേസിക്കലി ക്വിനൈൻ എന്ന് പറയുന്ന ഒരു മരുന്നാണ് നമ്മൾ മലേറിയക്കെതിരെ കൊടുക്കുന്നത്. അതിൻ്റെ തന്നെ പല വേരിയേഷനാണ് ഈ ക്ലോറോക്വിൻ, പ്രൈമാക്വിൻ. ക്വിനൈനെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ, നമ്മുടെ സിങ്കോണ ചെടിയിൽ നിന്നെടുത്ത പഴയ PSC ക്വസ്റ്റ്യൻ്റെ സ്ഥിരം ചോദ്യമാണ് അല്ലേ, PSC പേപ്പറിലെ. ക്വിനൈൻ നമ്മുടെ മലമ്പനിക്കെതിരെയുള്ള മരുന്നാണ്. അതെടുത്തിരിക്കുന്ന ചെടി സിങ്കോണയാണ്. സിങ്കോണയുടെ ബാർക്ക് എന്ന് പറയുന്ന ഭാഗത്ത് നിന്നാണ് ഈ പറയുന്ന മരുന്ന് നമ്മൾ എടുത്തിരിക്കുന്നത്. മലമ്പനിക്കെതിരെ കൊടുക്കുന്നതാണ്. പകരുന്നത് കുറയ്ക്കുന്നതിന് വേഗത്തിലുള്ള രോഗനിർണയവും ചികിത്സയും ആവശ്യമാണ്. അപ്പോൾ ഈ അസുഖം ഉള്ളിൽ പടർന്നു പിടിക്കാതിരിക്കാനും അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് പടരാതിരിക്കാനും ഒക്കെ വേഗത്തിലുള്ള രോഗനിർണയവും ചികിത്സയും ഇവർക്ക് ആവശ്യമാണ്. ഓക്കെ അല്ലേ ഫ്രണ്ട്സ്, ക്ലിയർ അല്ലേ? അപ്പോൾ നോക്കിക്കേ, നമ്മുടെ അനിമൽ ഡൈവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മളിവിടെ കണ്ടത്. അതിൽ ആദ്യത്തെ നമ്മുടെ കിങ്ഡം പ്രോട്ടിസ്റ്റ എന്ന് പറയുന്ന ഒരു സെഗ്മെൻ്റാണ് നമ്മളിവിടെ കണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കുറച്ച് ക്ലാരിറ്റിയോടുകൂടി സ്പെസിഫിക് പോയിന്റുകൾ എടുത്ത് വെച്ച് പഠിച്ചാൽ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാം, അനിമൽ ഡൈവേഴ്സിറ്റി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ സെഗ്മെൻറ്റ് നമ്മുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന വിശ്വാസത്തിൽ നമ്മൾ അവസാനിപ്പിക്കുന്നു, നിർത്തുന്നു. മറ്റൊരു സെഗ്മെൻറ്റുമായിട്ട് മറ്റൊരു ദിവസം കാണാം. താങ്ക് യു സോ മച്ച്.